ഇതാണ് എൻ്റെ മൂന്നാറ് കാന്തല്ലൂർ വീട് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൻ്റെ ചുറ്റുപാടൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, 3-4 വീടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അവിടെയൊക്കെ ആളുതാമസമുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അതെല്ലാം അങ്ങ് ഒത്തിരി ദൂരെയാണ് വീടുകൾ. പിന്നെ ഇത് ഈ കാണുന്നത് നമ്മൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ് കേട്ടോ, ചെറിയൊരു അമ്പലം പോലെ അവിടെയാണ് വിളക്ക് കത്തിക്കുന്നത്. പിന്നെ ഇതെല്ലാം പേരക്കയാണ്, നിറച്ചും പേരമരമുണ്ട്, അതിൽ നിറച്ചും പേരക്കയുണ്ട്. ചുമന്ന പേരക്കയുണ്ട്, വെള്ളപ്പേരക്കയുണ്ട് കേട്ടോ. ഇത് ആന വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പറിച്ച് തിന്നിട്ട് മരവും കൂടെ ചവിട്ടി ഓടിച്ചിട്ടിട്ടേ പോകത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതെല്ലാം ബീട്രൂട്ട്, കൊച്ചുള്ളി, സവാള ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്തൊന്നും ഒരു വളവും ചേർത്തിട്ടുള്ളതല്ല കേട്ടോ, വെറുതെ വിത്ത് കുഴിച്ച് വിട്ട് മുളച്ച് വരുന്നതാണ്. നമ്മളൊന്നും ചേർത്ത് കൊടുക്കാതെ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ. ഇവിടെ ടൂറിസ്റ്റുകാർ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് അമ്മയുടെ നിന്ന് ഈ സാധനങ്ങളെല്ലാം വാങ്ങും അവർ. പേരയ്ക്ക, വെളുത്തുള്ളി, അല്ലെങ്കിൽ ചെടികൾ, ക്യാരറ്റ്, അങ്ങനെയുള്ള സാധനം അപ്പോഴെന്തുവാണോ വിളഞ്ഞ് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം പൈസയ്ക്ക് തന്നെ കേട്ടോ അവർ കൊടുക്കുന്നത്, ഒരു പൈസയ്ക്ക് വാങ്ങും. പിന്നെ ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ പുറകു വശത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒരുപാട് പഴങ്ങളുണ്ട്, സീതപ്പഴം, കത്തിരിക്കപ്പഴം ഒക്കെ ഒരുപാടുണ്ട്. അതിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞ്, അതുകൊണ്ടാണ് ഇപ്പം ഉണക്ക് ഒരു മഞ്ഞിൻ്റെ ഒരു ഇതായതുകൊണ്ടാണ് ഇപ്പം അതിൻ്റെ സീസൺ കഴിഞ്ഞു. ഇത് നാളെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ. റാഡിഷ്, പിന്നെ വെളുത്തുള്ളി, സവാള അതൊക്കെ എല്ലാം നട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ എടുത്തതാണ്. പിന്നെ റാഡിഷും ഉണ്ട് കേട്ടോ. റാഡിഷൊക്കെ ഇഷ്ടം പോലെ പിടിക്കും. പിന്നെ കുറച്ച് ഏതാണ്ടൊക്കെ ഒരുപാട് അമ്മ അതാ എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ കൊണ്ടുപോകാൻ വേണ്ടി. ഇതാണ് ഞങ്ങളുടെ ഡിങ്കം കേട്ടോ. ഇവൻ്റെ കൂട്ട് ഞങ്ങൾക്ക് 5 പട്ടികളായിരുന്നു, ബാക്കി 4 പേരെയും പുലി പിടിച്ച്. ഇനി ഇവൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞാളെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ പുലി വരും, പുലി വന്ന് പട്ടികളെ പിടിക്കും. പിന്നെ ഇതെല്ലാം നമ്മൾ ഇവിടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത പോലത്തെ ചെടികളാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട്. പിന്നെ ഇത് ഒരു കമ്പിളി നാരങ്ങയാണ്, നാരകം നിറച്ചും കമ്പിളി നാരങ്ങ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 2 മക്കളുമാരാണ് കേട്ടോ, ഞാനും രതീഷണ്ണനും. രതീഷണ്ണൻ എന്നെയും കാട്ടി 5 വയസ്സിന് മൂത്തതാണ്. ആളത്ര ബുദ്ധിക്കൊരു ഇച്ചിരി പ്രശ്നമുണ്ട്, ആളത്ര നോർമലല്ല. പിന്നെ ഇതൊക്കെയാണ് വിശേഷം. ഇതുപോലെ 2 നെല്ലിമരം ഉണ്ട് കേട്ടോ. 2 നെല്ലിമരത്തിന് ഏകദേശം ഞങ്ങൾ നെല്ലിക്കയൊക്കെ പറിച്ച് കഴിഞ്ഞ്. ഇതെല്ലാം ചാഞ്ഞ് കിടക്കുന്നുണ്ട്, അതെല്ലാം ഈ ആന വരുമ്പം ഇതെല്ലാം പിടിച്ചോടിച്ച്. ആനയെ അറിയാമല്ലോ, വലിയ ആളാണല്ലോ ആന. അപ്പോൾ ഇത് നടന്നു പോകുമ്പം വലിച്ചോടിച്ചും ഒക്കെ ഇട്ടിട്ട് പോകുന്നതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നെല്ലിക്ക വളരെ ചെറിയ നെല്ലിക്കയായിരുന്നു, എന്നാലും ഞാൻ കുറച്ച് കൊണ്ടുപോയായിരുന്നു. ഇപ്രാവശ്യം വലിയ നെല്ലിക്കയായി കേട്ടോ, നല്ല വിളഞ്ഞ് നല്ല വലിയ നെല്ലിക്കയായി. അതാണ് ഞാൻ ഈ തിന്നുന്നത് കേട്ടോ. പിന്നെ ബാക്കി ഇതെല്ലാം ഏലമാണ് കേട്ടോ. ഏലമൊന്നും ഏലക്ക പറിക്കാറായിട്ടില്ല, ഇങ്ങനെ ഏലക്ക വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാണ് ഏലക്ക. ഇത് ഒരുപാട് ഏലം ഉണ്ടായിരുന്നു. ഈ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ആന അവിടെയും വന്നത് മൊത്തം ചാവിട്ടി ഓടിച്ച്. കാരണം ആനയ്ക്കൊന്നും തിന്നാൻ ഇല്ലാത്തപ്പോഴാണല്ലോ ഇങ്ങനെ നാട്ടുപുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത്. പിന്നെ അവിടെ തന്നെ തൊട്ട് താഴെ ഒരു അരുവിയുണ്ട് കേട്ടോ. ഈ അരുവി അങ്ങ് താഴെ പോയിട്ട് വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിപ്പോൾ നമ്മൾ സന്ധ്യ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം ആ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് തരാം കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് 2-3-4 ദിവസമായി കേട്ടോ. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. അമ്മ ഇപ്പോൾ അവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ച് എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് പുലി വന്ന് കിടക്കുന്നത്. 2-3 തവണ അമ്മ ടോർച്ച് അടിച്ചപ്പം പുലിയെ കണ്ട് കേട്ടോ. പുലിയുടെ ഭയങ്കര ശല്യമാണ്. പിന്നെ നമ്മൾ ഫോറസ്റ്റുകാരെയോടൊക്കെ വിളിച്ച് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് അവരൊക്കെ കയറി വരും, രാത്രിയൊക്കെ കയറി വന്നവർ ആണ്. അവിടെ വേറെ വീടുകളൊക്കെ ഉണ്ട്, അവർ നോക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇതൊക്കെയാണ് അവിടെ കുന്നും മലകളും. ഇത് നീ നട്ടിരിക്കുന്നതെല്ലാം പുൽത്തൈലത്തിൻ്റെ പുല്ലാണ് കേട്ടോ. പിന്നെ അമ്മ ഈ പിച്ചുന്നത് പുതിനയിലയാണ്. ഇഷ്ടംപോലെ പുതിനയിലയുണ്ട്, ഇഷ്ടം പോലെ. അപ്പോഴത്തേക്ക് നാളെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ഇല്ലേ, നല്ല മണമൊക്കെയാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ പോച്ച നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്ന പുതിനയില കേട്ടോ. പിന്നെ ഇതെല്ലാം പുൽത്തൈലത്തിൻ്റെ പുല്ലാണ് നട്ടിരിക്കുന്നത്. പിന്നെ നാളെ ഇനി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ കുറച്ച് പേരക്കയൊക്കെ പറിക്കുവാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ തണുപ്പായി തുടങ്ങി, വെയിലുണ്ടെങ്കിലും ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പം. പക്ഷേ നല്ല തണുപ്പായി സന്ധ്യ ആയപ്പോഴത്തേക്ക്. ഇനി പേരക്കയെല്ലാം പറിച്ച് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് ചെടി കൊണ്ട് കൊടുത്തു അമ്മയ്ക്ക്. അതൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ കുഴിച്ച് വെക്കുന്നത് കേട്ടോ. ചെടിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി പ്ലാവും, പോത്ത്, മുള്ളം പന്നി എന്ന് വേണ്ട ഇതുങ്ങളെല്ലാം വന്ന് ചെടിയും ചെയ്തിരിക്കുന്ന കൃഷികളെല്ലാം നശിപ്പിച്ച് കളയും കേട്ടോ. പിന്നെ ഒരുപാട് ജമന്തിയൊക്കെ നമ്മൾ 2 സൈസല്ലേ നമ്മളെ നാട്ടിൽ കണ്ടിട്ടുള്ളൂ. ഇവിടെ 3-4 കളറുണ്ട് കേട്ടോ. വെള്ളയും മഞ്ഞയും ബ്രൗൺ കളറും
അങ്ങനെ 3-4 കളറുണ്ട്. അതുപോലെ റോസാപ്പൂ, ഒരുപാട് വെറൈറ്റി റോസാകളുണ്ട്. പിന്നെ അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് കേട്ടോ. അപ്പം ചെടികളൊക്കെ വളരെ കുറവാണ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു മനുഷ്യൻ കേട്ടോ. ഇവിടെ നിന്ന് കളഞ്ഞു കിട്ടിയ ആളാണ് ഇയാൾ. ഞാൻ വന്നപ്പോൾ തൊട്ട് എൻ്റെ പുറകെ നടക്കുവാണ്. പിന്നെ ഇതാ അമ്മ നമുക്ക് അരുവിയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഇതുപോലെ ഓസിനകത്ത് 24 മണിക്കൂറും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് അമ്മ ചെടിയൊക്കെ നനയ്ക്കുകയാണ്. ഞാൻ കൊണ്ടുവന്ന കുറച്ച് ചെടിയുണ്ട്, അതെല്ലാം അവിടെ കുഴിച്ച് വെക്കുവാണ് കേട്ടോ. ഞാൻ ഇവിടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ജമീലക്ക എനിക്ക് തന്നു വിട്ടതാണ് കുറച്ച് ചെടികൾ. അവിടെ ഇല്ല ചെടികൾ, അങ്ങനെയാണ് ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തത്. അതെല്ലാം അവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം ഇതാണ് ബീട്രൂട്ടാണ് കേട്ടോ. ഇത് നിറച്ചും ബീട്രൂട്ട്, ഒന്നും വിളവെടുക്കാറായില്ല. പിന്നെ ഇത് വെളുത്തുള്ളി അവിടെ തന്നെ കൃഷി ചെയ്തതാണ്. ഇത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ, നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇന്നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃഷികളെല്ലാം എടുത്ത് കുറേശ്ശേ എടുത്തോളല്ല, കാരണം ഒന്നും വിളവായിട്ടില്ലല്ലോ, എന്നിട്ട് കുറച്ചൊക്കെ എടുത്തോളൂ. പിന്നെ അതുപോലെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളത്, എല്ലാം കൂടെ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാം വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഇതെല്ലാം വിളവാകും. ഇതിനകത്തൊന്നും ഒരു വളവും ഒന്നും ചേർത്തിട്ടുള്ളതല്ല കേട്ടോ. അതുകൊണ്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമുക്കിതെല്ലാം കഴിക്കാം. പിന്നെ ബാക്കിയെല്ലാം അവിടെ എല്ലാം ചെടികളാണ്. ചെടികളൊന്ന് വളരെ കുറവാണ്, എല്ലാം പ്ലാവും പോത്തും മാനും ഒക്കെ വന്ന് തിന്നിട്ട് പോയി. ഇനി ഇതൊക്കെ ഉള്ളു അവിടെ. ഇപ്പം ഭയങ്കര ശല്യമാണ് രാത്രി ആയാൽ. പിന്നെ ഇനിയിപ്പം ഇത് എൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ട്, പക്ഷേ അത് ശരിയായില്ല. എനിക്ക് ലോങ് വീഡിയോ ഇടാൻ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ ഇടാതിരുന്നത്. പക്ഷേ ഫസ്റ്റ് ഒരെണ്ണം ഇട്ടത് അത് അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് ശരിയായില്ല. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശവും കേട്ടോ. അവിടെ നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗി അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകാർ വരും കേട്ടോ. നമ്മളിവിടെ വണ്ടി വരും, ജീപ്പ് വരും ഇവിടെ കയറി കേട്ടോ. ജീപ്പിൽ ടൂറിസ്റ്റുകാർ വരും. അപ്പം നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പോൾ അവിടെ താമസിക്കുന്നത് കരുനാഗപ്പള്ളി. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് കട, എവിടെയാണെന്ന്. കടയല്ല, വീടാണ്, വീട്ടിലൂണാണ്. അപ്പം കരുനാഗപ്പള്ളി ശാസ്താംകോട്ട ഭരണിക്കാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ചക്കുവള്ളി എന്ന് പറയുന്ന സ്ഥലം. അതായത് പോരൂടി മലനട ക്ഷേത്രത്തിന് പോകുന്ന വഴിക്ക് ആണ് എൻ്റെ വീട്. അപ്പോൾ അതുവഴി ആരെങ്കിലൊക്കെ ഈ വീഡിയോ കാണുന്നവർ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ വീട്ടിൽ വരണം, ഊണ് കഴിക്കണം. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഓക്കെ, ബൈ.